അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങൾക്കറിയാം, പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന്, മഹ്ശറിന്റെ കുറിച്ചൊന്നുമായിട്ടില്ല, വിചാരണയെ കുറിച്ചൊന്നുമായിട്ടില്ല. ഇങ്ങനെ ഓരോന്നും കടല് പോലെയുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഇത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോ മനുഷ്യനും മഹ്ശറിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുമ്പോ ആ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത് അവനെ നയിക്കാൻ ഒരു മലക്കും അവനെ തൊലിക്കാൻ വേറെ ഒരു മലക്കും ഉണ്ടാകും. രണ്ട് മലക്കുകളുടെ അകമ്പടിയോടെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുമെന്ന് നീ അശ്രദ്ധനായിരുന്നുവല്ലോ. എന്റെ ഉമ്മമാരെ, സിനിമകൾ ഒഴിവുള്ള സമയത്ത് കാണുമ്പോ, സീരിയലിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ളവരോട് കൂടി കളികളും തമാശകളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം ഖുർആനിലുണ്ട്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരുന്നുവല്ലോ. എന്നാൽ ഇന്നാ പിടിച്ചോളൂ, ഫബസറുകൽ യൗമ ഹദീദ്. ഇന്ന് നിങ്ങളെല്ലാം കണ്ടുകൊള്ളൂ. നിങ്ങളുടെ കണ്ണ് നല്ല മൂർച്ചയുള്ള കണ്ണല്ലേ? അന്ന് കാണില്ല എന്ന് പറയുന്നത് ഇന്ന് കാണുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത്, ഓരോ ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആനും നമ്മുടെ സ്വതക്കയും മാത്രമാണ്. ഖബറിനുള്ളിലും മരണവേളയിലും മഹ്ശറിലും എല്ലായിടത്തും ഈ യാത്രയിൽ മുഴുവൻ നമുക്ക് തണലാകുന്നത് ഒന്ന് നമ്മുടെ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് പ്രചോദനം നൽകിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അവിടുത്തെയോടുള്ള സ്നേഹം, അവിടുത്തെയോടുള്ള പിൻപറ്റൽ, അവിടുത്തെയോടുള്ള സുന്നത്തുകളെ അനുധാവനം ചെയ്യൽ, ഇത് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടുത്തെയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തയാളുകൾ അക്സറുഹും അലയ്യ സ്വലാത്ത. എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ ആളുകളാണ് ണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുക. അസ്സലാമു അലൽ മുഖദ്ദമി ലിൽ ഇമാമ. അസ്സലാമു അലൽ മുശഫഇ ഫിൽ ഖിയാമ. അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. നബിയെ സ്നേഹിക്കുക. ഒരിക്കലും നമ്മെ അവിടുന്ന് ഒരിക്കലും നമ്മെ മറന്നിട്ടില്ലല്ലോ. നമ്മൾ അവിടുത്തെയും മറക്കാൻ പാടില്ല. അവിടുത്തെ ശഫാഅത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്തുകൊണ്ടേയിരിക്കുക. നബിയെ സ്നേഹിക്കുക. അവിടുത്തെ ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ മദ്ഹുകളിലായി, അവിടുത്തെ സ്വലാത്തുകളിലായി ആരെങ്കിലും എന്റെ മേലിൽ ഒരു വെള്ളിയാഴ്ച ദിവസം 300 സ്വലാത്തുകൾ ചൊല്ലിയാൽ റസൂലുള്ള പറയുകയാണ്, അവൻ മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗത്തിലുള്ള അവന്റെ ഇരിപ്പിടം അല്ലാഹു അവന് കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് നമ്മൾ ശ്രമിക്കുക. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാൻ, അവിടുത്തെ ഹൗദുൽ കൗസർ കിട്ടാൻ അല്ലേ? നോക്കൂ നിങ്ങൾ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇൽ പോയി ദുആ ചെയ്യുകയാണ്. വല്ലാത്ത ദുആ കഴിഞ്ഞു. സ്വഹാബികളോട് റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബികളെ, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ.
അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ നബിയെ അങ്ങയുടെ സഹോദരന്മാർ? അല്ല, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല. അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്. എന്റെ സങ്കടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന, എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരാണ് നിങ്ങൾ. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ എന്നെ കണ്ടിട്ടില്ലാത്തവരാണ്, ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ്. എന്നാൽ എന്നെ കാണണമെന്ന് മോഹിക്കുന്നവർ. സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അങ്ങവരെ തിരിച്ചറിയുന്നത്? അങ്ങവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറയുകയാണ്, ഞാൻ അവരെ തിരിച്ചറിയും പരലോകത്ത് വെച്ച്, മഹ്ശറിൽ വെച്ച് ഞാൻ അവരെ അറിയുന്നത് ഉർറൻ മുഹജ്ജലീന ബിആസാരിൽ വുളൂ, വുളൂഇന്റെ അവയവങ്ങൾ, അവർ വുളൂ ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ കത്തിത്തിളങ്ങുന്നവരായി ഞാൻ അവരെ കാണും. അങ്ങനെ കാണുമ്പോൾ എന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് ഞാൻ അവരെ ഇങ്ങനെ വലിച്ച് വിളിച്ചു കൊണ്ടുവരുമെന്ന്, അവരിലേക്ക് ഞാൻ അവരെ വിളിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരലോകത്തെ രക്ഷ അതായിരിക്കും. നബി കൂടെ ഉണ്ടാകും, ഓരോ ഘട്ടത്തിലും നബി കൂടെ ഉണ്ടാകും. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാഅയാ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത്ത് നൽകൽ ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഹബീബായ നബിക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ്. ആ 10 വർഷക്കാലം റസൂലുള്ളാഹിയുടെ പിന്നിലും മുന്നിലും നടന്നുകൊണ്ട് മദീനയിൽ റസൂലിന് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അവതശ്ഫഉ ലി യൗമൽ ഖിയാമ, എനിക്ക് അങ്ങ് ഖിയാമത്ത് നാളിൽ നബിയെ അങ്ങനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ യാ റസൂലല്ലാഹ്? അതേ അനസേ, നിനക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യാം. അനസ് ചോദിക്കുന്നു, നബിയെ എവിടെയാണ് അങ്ങേ ഞാൻ തേടേണ്ടത്? ഫഅൈന അത്ലുബുക, പരലോകത്ത് ഒരുപാടിടങ്ങളുണ്ടല്ലോ, എവിടെയാണ് ഞാൻ അങ്ങയെ തേടേണ്ടത് നബിയെ? അവിടുന്ന് പറയുകയാണ്, അനസേ എന്നെ നീ തേടേണ്ടത് സിറാത്ത് പാലത്തിന്റെ അവിടെയായിരിക്കും. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫദ്ലുബ്നി ഇൻദൽ മീസാൻ, നന്മയും തിന്മയും തൂക്കുന്നിടത്ത് നീ അന്വേഷിക്കുക. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫദ്ലുബ്നി ഇൻദൽ حولك صافي المبرد بردنا يوم النشور من رأى وجهك يسعد يا كريم الوالدين حولك صافي المبرد بردنا يوم النشور. ആ ഹൗലുൽ കൗസറിന്റെ അവിടെ എന്നെ നീ അന്വേഷിച്ചോളൂ അനസേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യാരനബിയെ കാണുന്നു